എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ നവ്യ നായർ. ഞാനിവിടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അമ്പലത്തിൽ 100 ദിവസം നടന്നു വരുന്ന നൃത്ത മഹോത്സവത്തിൻ്റെ 50-ാം ദിവസത്തോടനുബന്ധിച്ച് നൃത്തം അവതരിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്കിങ്ങനെ ഒരു അവസരമൊരുക്കി തന്ന ഈ അമ്പലത്തിൻ്റെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാലം മുമ്പ് കേട്ട് പരിചയമുള്ള എന്നാൽ എത്താൻ കഴിയാത്ത ഒരു അമ്പലമായിരുന്നു. അപ്പോൾ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ നൃത്തോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പ്രൊഫഷണൽസ് വരെ ഒരേപോലെ ഈ വേദിയിൽ മാറ്റുരയ്ക്കുന്നു. മല്ലിക സാരാഭായ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കണക്കിന് കലാകാരന്മാർ, നൃത്ത ആചാര്യന്മാർ എന്നിവർ ചിലങ്കിയാണ്. ഒരുപാട് നൂപുര ധ്വനികൾ കൊണ്ട് മുഖത്ത് പ്രതീക്ഷിക്കാം. നമ്മുടെ മനസ്സുകളെയെല്ലാം ഒരുപാട് നർത്തകർ ഇവിടെയുണ്ട്. അത് തൻ്റെ ജീവിതം അര്യന്മാരെ നമ്മൾ ആദരിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്മശ്രീ വിശ്വേശ്വരൻ, ശ്രീമതി മഞ്ജു ഭാർഗവി, ഗോപിക വർമ്മ, മേൽവി ആനന്ദ് തുടങ്ങി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അവരെല്ലാം സശ്രദ്ധം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പെർഫോം ചെയ്യുന്നതിന് ദേവസ്ഥാനം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ സ്തോ ദൃഷ്ടി എന്ന് പറയുന്നത് പോലെ യഥോ ഗരുഡ സ്തോ വിഷ്ണു എന്നാണ്. എവിടെ ഗരുഡനാഥനായ പരമശിവൻ വേടന്റെ രൂപം ഈ എല്ലാ പരിപാടിയുടെയും ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ ഓർഗനൈസിംഗ് ദ മാൻ ബിഹൈൻഡ് ദി കലാപീഠം പ്രിൻസിപ്പളായ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ വേദഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭദ്രദീപം തെളിയിക്കുന്ന ഈ ചടങ്ങിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. വേദിയിലേക്ക് സഹർഷം കൊടുക്കാം. നമുക്കൊരു സുസ്വാഗതം നമുക്കിപ്പോൾ നൽകാം. അല്പനിമിഷം മനസ്സ് ആനന്ദിപ്പിക്കാൻ പോകുന്നു ശ്രീമതി നവ്യ നായർ. രാഷ്ട്രമുധാരയാം ഹവിദിഷ്ടവ്രതന്യതഃ അഥ ഹേ സന്തു ശത്രവഃ ഇന്ദ്രഗോപവൃത്രഹാതിഷ്ഠാഃ ദേവീം വാചമജനയന്ത ദേവാഃ താം വിശ്വരൂപാ വശവോ വദന്തിം സാ നോ മന്ത്രേഷ്വമൂർധ്വം ജുഗാന സ്വഹമാദ്യേഷു വയഘസ്യാമപതയേരയീനാം വൈശ്വാനരോ രശ്മിഭിർമാ പുനാതു. ഓം ശാന്തി ശാന്തി ശാന്തി. തച്ഛയ്യോരാവൃണീമഹേ ധാതും യജ്ഞായ ധാതും യജ്ഞപതയേ ദൈവീഃ സ്വസ്തിരസ്തു നഃ സ്വസ്ഥേർമാനുഷേഭ്യഃ ഊർജം ജിഗാതു ഭേഷജം ഷണ്ണോ അസ്തുദ്ധിപതേഃ ഷം ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തി. എൻ്റെ ഞാനുമായി വളരെ സൗഹൃദം പങ്കിടുന്ന URFൻ്റെ ചീഫ് എഡിറ്റർ, സഹോദരി സഹോദരന്മാരെ, കലാപീഠം വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് നമ്മുടെ പെരിങ്ങോട്ടുകരയെയും ദേവസ്ഥാനത്തെയും സംബന്ധിച്ച് ഇപ്പോൾ ഒരറ്റത്തൊരു വാല് പോലും കിടക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂരിൻ്റെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. അവിടെയാണ് ഇന്ത്യയിലെ
പ്രഗത്ഭമായ നർത്തകിമാരും നർത്തകരും പങ്കെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ നൃത്തോത്സവം അത് ആദ്യം ഇതിൻ്റെ സുദിനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പല ദേവസ്ഥാനത്ത് ഇത്രയധികം കലാകാരന്മാരെല്ലാം ഒത്തുകൂടുന്നതും അവരുടെ നൃത്തങ്ങളും സംഗീതവുമായതിലൂടെ അവതരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും ഒരുപാട് കലാകാരന്മാരെ ഇവിടം കൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയും വലിയ വലിയ പരിപാടികൾ, അതൊരു ലാഭേച്ഛയും കൂടാതെ ഇത്രയും വലിയ പരിപാടികൾ എങ്ങനെ നടത്തുന്നു എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതിനെനിക്കൊരൊറ്റ മറുപടിയെ അവരോട് ഞാൻ പറയാറുള്ളൂ. ഭഗവാൻ വിഷ്ണുവായ നൃത്തപ്രിയനാണ്, സംഗീതപ്രിയനാണ്. കാരണം എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ സങ്കടം കേൾക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് നൃത്തരൂപത്തിൽ വന്നാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ഉത്സവ സമയം നടക്കുന്ന കളംപാട്ടുകളിലെല്ലാം പ്രത്യേക ഒരു വാദ്യോപകരണമായ ഈഴാറം മൂളിച്ചുകൊണ്ടാണ് ഭഗവാന്റെ അവതാര കഥകളെല്ലാം പാടുന്നത്. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ടത് തോന്നിപ്പിക്കുന്നതും. കലാകാരന്മാർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം പ്രത്യേകത കൂടിയുണ്ടെന്നാണ് പറയുന്നത് ദേവസ്ഥാനം. ഒരുപാട് നമുക്കറിയാം, മുൻകാലങ്ങൾ കൂത്തമ്പലങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. ഈ കൂത്തമ്പലങ്ങളെല്ലാം ആ ക്ഷേത്രം വരുമ്പോൾ, ഉത്സവം വരുമ്പോൾ അവിടെയായിരിക്കും ക്ഷേത്രകലകളെല്ലാം പ്രദർശിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ക്ഷേത്രത്തോട് കൂടി തന്നെ ചേർന്നൊരു സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. ദേവസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ കൃപ പറഞ്ഞ പോലെ നമ്മൾ ഉയർത്തേണ്ട ഒരു പടിപ്പുരയിലാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച് അവിടെ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ. ഇന്ന് നമ്മുടെ ഫാസ്റ്റ് ഫുഡും ഒരുപാട് വിഷാംശങ്ങൾ നിറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ചെറുപ്പക്കാരിലും വലിയ ഡയാലിസ് സൗജന്യമായി ചെയ്യുന്നതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിക്കാറായി. അടുത്ത സെപ്റ്റംബറോടുകൂടി അതിൻ്റെ 1ാം ഘട്ടം നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി അവർക്ക് ഇവിടെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാനത് പറയുന്നത് ദേവസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയല്ല, വഴിപാട് കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. വെറുതെ വഴിപാട് മാത്രം വാങ്ങിക്കാൻ വേണ്ടി മാറുന്ന ഒരു സ്ഥലമായി മാറുന്നുണ്ടോ എന്ന് സംശയം. നിങ്ങൾക്കറിയാം, നമ്മുടെ മഹാക്ഷേത്രങ്ങളെല്ലാം നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. ഈ മാസം 10 കോടി രൂപ, 25 കിലോ സ്വർണം, അങ്ങനെ ഒരുപാട് വഴിപാടുകളൊക്കെ സംഭരിച്ച് അവിടുത്തെ ചെലവഴിച്ച് അതൊക്കെ ബാങ്കിലിടുന്ന ഒരു സംഭവം. അതിൽ നിന്ന് ഒരു 10% മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ പാവപ്പെട്ടവർക്ക് നല്ല നല്ല ആശുപത്രികൾ, കലാകാരന്മാർക്ക് അവരുടെ വാസന പ്രകടിപ്പിക്കാവുന്ന സ്കൂളുകൾ, ഇത്രയും എത്രയോ സംഭവങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള ബന്ധപ്പെട്ടുള്ള വരുമാനങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കും. കാരണം വെറും ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമല്ല ക്ഷേത്രങ്ങൾ. നമുക്ക് നാരായണ ഗുരുസ്വാമികളെല്ലാം ഓരോ ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന് പിന്നിൽ ഓരോ കാരണങ്ങളുണ്ടായിരിക്കും. ഞാൻ അതിലേക്ക് വിശദീകരിച്ച് കിടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം അവരെ ഭക്ഷണം പാകം, അതിന് ദേവസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സഹായികളായിട്ട് ഈ കാര്യത്തിൽ നിൽക്കുന്ന ഒരു 3 പേരുണ്ട്. ഒന്ന് ഹരിദാസാണ്, എൻ്റെ സുഹൃത്താണ്, ദേവസ്ഥാനം പിന്നറയാണ്. ഈ ഫംഗ്ഷൻ്റെ ക്യൂറേറ്ററും കൂടിയാണ്. അതുപോലെ തന്നെ കലാപീഠത്തിൻ്റെ പ്രിൻസിപ്പൽ ജയപ്രകാശാണ്. അദ്ദേഹം ഈ രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിട്ടാണ് ചെയ്യുക. കാരണം ഇവരെല്ലാം വരുന്നത് 12 മണിക്ക്, 1 മണിക്ക്, 4 മണിക്കൊക്കെയാണ് പുലർച്ചയ്ക്ക് എത്തുക. ഇവരേക്കും റൂമുകളിലാക്കിയിട്ട് അദ്ദേഹം കിടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ശതദിന ഭാരതീയ നൃത്തോത്സവത്തിൻ്റെ 50ാം നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഏറെ സന്തോഷം. നൃത്തകലയുടെ നിത്യസൗന്ദര്യം പകർന്നേകൊണ്ട് കലാസ്വാദകർക്ക് വൈവിധ്യതയാർന്ന നൃത്ത
കലാരൂപങ്ങൾ കാണുവാൻ, ആസ്വദിക്കുവാൻ ഇത്രയും വിശിഷ്ടമായ ഒരു വേദി ഒരുക്കിയ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ പ്രതിനിധികളേവർക്കും, പ്രത്യേകിച്ചും ഉണ്ണിസ്വാമി അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരം ആദ്യമായി അറിയിക്കുന്നു. കാരണം ഒരു കല അവതരിപ്പിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ആദ്യം അത് അവതരിപ്പിക്കുന്ന ആളിന് ജന്മസിദ്ധമായ പ്രതിഭ, ഇൻബോൺ ടാലൻറ്റ് അവർ സ്വയം പരുവപ്പെടുത്തിയെല്ലാം ചെയ്യുമ്പോഴാണ് ഒരു കല രൂപപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള നൃത്തകലകൾ അവതരിപ്പിക്കുവാൻ പ്രശസ്തരായവർക്ക്, പ്രഗത്ഭരായവർക്ക്, ഇനിയേറെ പ്രശസ്തരാകേണ്ട പ്രതിഭാതങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിക്കുക എന്നത് വലിയ കാര്യമാണ്. വിഷ്ണുമായ സ്വാമി 50 ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ഹാപ്പനിങ്സ് എനിക്കറിയാൻ സാധിക്കാറുണ്ട്. ശ്രീ ഹരിദാസ് ജിയിലൂടെ അദ്ദേഹം പറഞ്ഞെടുത്ത സുഹൃത്താണ്. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജായിട്ട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടാവും. ഞാൻ അത്ഭുതത്തോടെ നോക്കും, എത്ര വിവിധ തരത്തിലുള്ള നൃത്തരൂപങ്ങളാണ് ഭരതനാട്യം, കുച്ചിപ്പുടി, കൂടിയാട്ടം, സൂഫി കഥകളെ, പിന്നെ കഥകളി, യക്ഷഗാനം, എൻ്റെ ഓർമ്മയിലേക്ക് കുറച്ചെടുത്ത് പറയാൻ പറ്റും, തിരുവാതിരക്കളി, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നൃത്തകലാരൂപങ്ങൾ ഉദാത്തമായ ഉപാസന കൊണ്ട് നൃത്തകലയുടെ ഉയരങ്ങൾ താണ്ടിയ പ്രഗത്ഭരുടെ പ്രതിഭാതങ്ങൾക്ക് ഇത്രയും വലിയൊരു അവസരം ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നത് സംശയമാണ്. പ്രത്യേകിച്ച് ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി അല്ല. പലപ്പോഴും ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്, ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ഒക്കെയും ഇത്തരത്തിലുള്ള വലിയ കലാകാരത് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ ഓം നമോ നാരായണായ നമ എന്ന് എഴുതിയിട്ടുള്ളിടത്ത് ഒരു 4 വാചകം എഴുതിക്കൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നത്. ഇതൊരു പെൺകുട്ടിയുടെ മനസ്സിന് ഭ്രമകൽപ്പനകളാകാം. ക്രിസ്തു, കൃഷ്ണൻ, മുഹമ്മദ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന വിശുദ്ധ ജന്മങ്ങൾ നിസ്സഹായരായ മനുഷ്യന്റെ മുന്നിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാ കലാകാരും, ഇപ്പോൾ 1258ഓളം പേരിവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചതായിട്ടാണ്. മാന്യ സദസ്സിന് വന്ദനം. സാധാരണ വേദിയിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇന്ന് 50ാമത്തെ ദിവസം ഭാരത നൃത്തോത്സവത്തിൻ്റെ 50ാം ദിവസം ആഘോഷിക്കുമ്പോൾ 2 വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിച്ചത്, ഇന്ന് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഔപചാരികത ഒന്നും ദീക്ഷിക്കാതെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നന്ദി എന്നുള്ളൊരു ആക്ച്വലി ആ പോർട്ട്ഫോളിയോ ഈ ചടങ്ങിലില്ല. പക്ഷേ എനിക്ക് ചിലരോടൊക്കെ നന്ദി പറഞ്ഞേ പറ്റൂ ഈ 50 ദിവസത്തിൽ എത്തി നിൽക്കുന്നു. കാരണം ഇനിയും 50 ദിവസം കൂടി പിന്നിടാനുണ്ട്. സ്വാമി പറഞ്ഞു 100ാമത്തെ ദിവസം മതി അതെന്നുള്ളത്. പക്ഷേ നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിബി നായർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാ രാവുകളിലും രാത്രികളിലും മനസ്സിലാവുന്നത് ഉണ്ണിസ്വാമിക്കും ഹരിക്കുമൊക്കെ ആയിരിക്കും. രാത്രിയുടെ ഒരു യാമവും നോക്കാണ്ട് ഇത് ചെയ്യാൻ സഹായിക്കുന്ന, എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അത് സ്വാമിയുടെ നിറഞ്ഞ ഹൃദയം ഡോക്ടർ ജയപ്രകാശ് ശർമ്മ എന്ന മഹാങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു രാത്രി ആസാമിൽ നിന്ന് വന്ന 2 പ്രസിദ്ധ കലാകാരികൾ, അവർ 4:30 മണിക്ക് എന്നെ വിളിക്കുകയാണ്. വെളുപ്പിന് 4:30 മണിക്ക്. അവർക്ക് റൂം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് റൂം കിട്ടിയിട്ടുണ്ട്. ആ റൂമിൻ്റെ കംഫർട്ടബിളി സെക്യൂരിറ്റി എടുക്കുന്നു. ജയ്പെ ഉദാഹരിക്കാൻ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ ജയ്പേനെ എടുത്ത് ആ മുറി വൃത്തിയാക്കി അവിടെ അവരെ ചെക്ക് ഇൻ ചെയ്യും. ഈ ഹൃദയ സൗഭാഗ്യത്തെ എങ്ങനെ ഞാൻ വിസ്മരിക്കും? കാരണം അദ്ദേഹം ഒരു മഹാബല ഷോ എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കാമെങ്കിലും ഇതിന് എനിക്ക് കരുതലായി വർത്തിക്കുന്ന ജയപ്രകാശ് ശർമ്മയും സന്തോഷം, അതുപോലെ ദേവസ്ഥാനത്തെ ഓഫീസിലെല്ലാവരും ഉണ്ണിസ്വാമിയുടെ കുടുംബത്തിലെല്ലാവരുടെയൊക്കെ സഹകരണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ 50ാം ദിവസം പിന്നിടുമ്പോൾ ചില ഉദാഹരണത്തെ ബുദ്ധനൃത്തത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു രാത്രി 12:30 മണിക്ക് ആസാമിൽ നിന്ന് വരുന്നൊരു കോളാണ്. ബുദ്ധനൃത്തം അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റാണ് ഞാനത് ഇന്ത്യയിൽ 1-2 സംസ്ഥാനത്തെ അവതരിപ്പിച്ചിട്ടുള്ളൂ. കേരളത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. എനിക്കൊരു സ്ലോട്ട് തരണം. 6 മിനിറ്റേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച ചെയ്തു പോയത് അതിഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സ്ഥലങ്ങളിലും ബുദ്ധനൃത്തം, ഗൗഡ ബുദ്ധനൃത്തം ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ആ രംഗത്ത് ഒരേ ഒരു വ്യക്തി ചെയ്ത കാര്യമാണ്. അതുപോലെ ആസാമിൽ നിന്നുള്ള സത്രിയ നൃത്തം,
ഇതെല്ലാം ഇതിനോടകം തന്നെ ഇന്ത്യയിലെ എല്ലാ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന 50 ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലാ ലെജൻഡ് നർത്തകിമാരും ഈ വേദിയിലുണ്ടാവും. കാരണം അതൊരു മഹാസംഭവമായിരിക്കും. കാരണം ആർട്ടിസ്റ്റുകൾക്കിടയിൽ വളരെ എല്ലാവരും ഒരു വേദിയിൽ വരാമെന്ന് പറഞ്ഞത് അവരുടെ പല കാര്യങ്ങളും ഒക്കുന്നൊരു കാര്യമല്ല. അപ്പം അതും ജൂൺ 16 സംഭവിക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ചിത്ര വിശ്വേശ്വരൻ ഓക്കെ പറഞ്ഞിരിക്കുന്നു, മല്ലിക സാരാഭായി ഓക്കെ പറഞ്ഞിരിക്കുന്നു. അതിന് ആരൊക്കെയുണ്ട്? അതുപോലെ നമ്മൾ മഞ്ജു ഭാർഗവി, കുച്ചിപ്പുടിയുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മഞ്ജു ഭാർഗവി, ഇനി കഥക്കിൻ്റെ ആചാര്യന്മാരും കൊണ്ടുവരാനുണ്ട്. അവരെല്ലാവരും ഈ വേദിയിലെത്തും. അന്ന് ഞങ്ങൾ പുതിയൊരു കാര്യം കൂടി ആവിഷ്കരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ദേവസ്ഥാനം ശതദിന നൃത്തോത്സവത്തിൽ പങ്കെടുക്കുന്നത് സെലിബ്രിറ്റികൾ എന്ന പോലെ തന്നെ നവാഗതരായ അനേക നർത്തകിമാർ സാക്ഷാത്കരിക്കണമെന്ന് വിചാരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 100 പാർട്ടിസിപ്പൻസിന് ഇവരിൽ നിന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹം കാത്തിരിക്കുന്ന വേളയിൽ കൂടുതൽ വാക്കുകളിലൂടെ നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ 2 വാക്കുകൾ എല്ലാവർക്കും എൻ്റെ ഹൃദയനിറഞ്ഞ നമസ്കാരം. ഗുരുവായൂരിന് വളരെ ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെ അല്ലല്ലോ അവിടേക്ക് നൃത്തം അവതരിപ്പിക്കാനൊരു നർത്തകി എന്ന നിലയിൽ ഒരു അവസരം ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കൊല്ലം ഒക്ടോബർ 2 മുതൽ 6 വരെയാണ്. ഈ 5 ദിവസം തന്നെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രയ്ക്കാണ്, അതിൻ്റെ ഒരു ടെൻഷൻ എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കെ 100 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം നടത്തുന്നൊരു തീരുമാനം ഈ ക്ഷേത്ര സമിതി എടുത്തതിൽ എനിക്ക് വളരെ വളരെ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദിയും സ്നേഹവും ഉണ്ട്. കാരണം പൊതുവെ സംഗീത ഉത്സവങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ നൃത്തോത്സവങ്ങൾ കേരളത്തിലൊക്കെ അത്രയധികം ഉണ്ടാവാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറയ്ക്ക് നർത്തകർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്, പ്രചോദനമാണ് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉത്സവത്തിൻ്റെ 50ാം ദിനം ഇന്ന് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ ഒരു ഭരതനാട്യം കച്ചേരി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഗുരുവായൂരപ്പനോടും വിഷ്ണുമായ സ്വാമിയോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ വന്ന് ഇരുന്നപ്പോഴാണ് ഞാൻ ഈ വിഷ്ണുമായ ശ്ലോകം കേട്ടത്. ആദ്യത്തെ ഇനം ഭോഗീന്ദ്ര ശയനമാണ്. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഘണ്ടചാപ്പ് താളത്തിൽ കുന്തളവരാളി രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണല്ലോ അതിൻ്റെ ഉചിതം എന്ന് തോന്നി.
Let us
ശിവവേദനം Sachita Ananda Mama Gamaga
ദൃശ്യശ്രാവ്യ വിസ്മയം തീരാറാടിച്ച ശ്രീമതി നവ്യ നായരും ഈ അനുഗ്രഹീത ഭാഷകളൊക്കെ ആയിട്ട് എത്താൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. നമ്മുടെ സ്വന്തം ചേച്ചിയെ നമുക്ക് ആത്മാർത്ഥമായ അവസരത്തിൽ ഒരു സെലിബ്രിറ്റി എന്നതിലുപരി നൃത്ത ഉപാസക കൂടിയാണ്. തൻ്റെ ഗുരുവായ പ്രിയദർശിനി ഗോവിന്ദിൻ്റെ ഒപ്പം വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അക്കയുടെ ഒപ്പം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ സൗഭാഗ്യമെന്ന് നവ്യ ചേച്ചി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ ഇനിയും കൈയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതെ, വർക്ക്ഷോപ്പ് അസിസ്റ്റ് ചെയ്തു. സെലിബ്രിറ്റി ടാലൻസ് ഒന്നുമില്ലാതെ തന്നെ അർപ്പിച്ച് അല്ലേ ഉണ്ണിതാമോദര സ്വാമികളോട് ഈ ഉപഹാരം നൽകാനും പൊന്നാട അണിയിക്കാനുമായി ഈ അവസരത്തിൽ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കണം ശ്രീ ഉണ്ണി രാമോദരൻ. ശതമാനം ഭവതു ശതായ പുരുഷ ശതേന്ദ്രിയായുസ്സേവേന്ദ്രിയ പ്രതിഷ്ഠതി തച്ഛയ്യോരാവൃണീമഹേ ധാതും യജ്ഞായ ധാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തുനഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർജഞ്ജികാതു മേഘജം ഷണ്ണോ അസ്തു ദ്വിപതേഃ ഷൺ ചതുഷ്പതേ ഓം ശാന്തി ശാന്തി ശാന്തി. ശമായുഷ്യമാരോഗ്യമാവിധാശോഭമാനം മഹീയതേഃ ധാന്യം ധനം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഃ. ശ്രീ
ശതായുഃ പുരുഷശ്ചതേന്ദ്രിയായു സേവേന്ദ്രിയ പ്രതിഷ്ഠതി. അടുത്തതായി നമ്മളൊരു കൊച്ചു കലാകാരിയെ ഈ വേദിയിൽ നവ്യശേഷിയുടെ കയ്യിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങാനായി ഭാരത് നൃത്തോത്സവത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൊച്ചു നർത്തകി, ബഡ്ഡിംഗ് ആർട്ടിസ്റ്റ് ഷാസ പർവീൻ. പ്രത്യേകത ഷാസ പർവീൻ. ഈ 50 ദിവസത്തിനുള്ളിൽ ദശാമൂർത്തി സംഗീത മണ്ഡലത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. അത് 10 വയസ്സായിട്ടുള്ളൂ. ഷാസ പർവീൻ. Let's give a louder applause to these wonderful artists. നവശേഷി പറഞ്ഞു ജതികളൊക്കെ അദ്ദേഹമാണ് കമ്പോസ് ചെയ്യാറുള്ളത്. He's a talented makeup artist. ഇതിൻ്റെ ലൈറ്റിംഗ് ഡയറക്റ്റ് ചെയ്യുന്ന ശ്രീജിത്തിനെയും കൃത്യമാവുന്ന തരത്തിലുള്ളൊരു കല ഇരുന്ന് തയ്യാറാകുന്നത്. ഒരിക്കൽ കൂടി ഇത്ര മനോഹരമായ ഒരു ദൃശ്യ